RLV രാമകൃഷ്ണന് പിന്തുണയുമായി തൃപ്പൂണിത്തുറ RLV കോളേജ്. സത്യഭാമ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട കോളേജിൽ ബാനറും പോസ്റ്ററും ഉയർത്തി. ഉച്ചയ്ക്ക് മോഹിനിയാട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധ മോഹിനിയാട്ടം കൂടി നടക്കുകയാണ് കോളേജിൽ. ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, എന്തായാലും പ്രതിഷേധം ഇരുമ്പുകയാണ്, വിവരങ്ങൾ. അനു, തീർച്ചയായും വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് RLV കോളേജിൽ അലിയടിക്കുന്നത്. RLVയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. കലാകാരന്മാരെ ഇത്തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം പേരിൽ വേർതിരിക്കുകയും അവഹേളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് നടത്തിയ സത്യഭാമ നടത്തിയിട്ടുള്ള ആ പരാമർശം അത് പൂർണ്ണമായും തന്നെ പിൻവലിക്കുകയും അവർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉച്ചവരെ പരീക്ഷയാണ്. അതിനുശേഷം 1 മണിക്ക് ഈ കലാലയത്തിൽ അവരെല്ലാവരും തന്നെ ഒരുമിച്ച് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും. അതിന് കലയെ തന്നെയാണ് വിദ്യാർത്ഥികൾ അതിനുള്ള ഒരു മാർഗമാക്കി മാറ്റുകയും ചെയ്യുന്നത്. കലയെ മാർഗമാക്കിക്കൊണ്ട് മോഹിനിയാട്ടം, പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നത്. 1 മണിക്ക് പ്രതിഷേധമുണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ പ്രതിഷേധ യോഗവും ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ശക്തമായ പ്രതിഷേധ നടപടികളിലേക്ക് തന്നെയാണ് കോളേജിൽ വിദ്യാർത്ഥികൾ കടക്കുന്നത്. മാത്രമല്ല പല ഭാഗങ്ങളിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ സമരങ്ങളും ശക്തമായി തന്നെ നടക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത്തരം കുട്ടികളെ സംബന്ധിച്ചെല്ലാം തന്നെ ഈ ഒരു സംഭവം വലിയ തോതിൽ തന്നെ ഉണ്ടാക്കിയ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഈ RLV രാമകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ ഒരു സംഭവത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും അത് ഭയങ്കര ഒരു അപമാനകരമായിട്ട് തന്നെ തോന്നി. കാരണം കറുപ്പോ വെളുപ്പോ അല്ലല്ലോ നോക്കേണ്ടത്, ഓരോരുത്തരെ ചെയ്യുന്നത്. ഇത് കലയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം അതിൽ ചെയ്യുന്നു എന്നല്ലേ നോക്കേണ്ടത്. അതല്ലാണ്ട് ഒരു നിറം അങ്ങനെ നോക്കിയിട്ട് കലയെ സ്നേഹിക്കാൻ താല്പര്യമില്ല. മാപ്പ് പറയണം ശരിക്കും. കാരണം ഞങ്ങളും കലാകാരന്മാർ തന്നെയാണ്, വളർന്നു വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നമ്മൾക്കിത് കാണുമ്പം ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കേട്ട് കഴിഞ്ഞപ്പോൾ. എന്താ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു? കലാകാരനെ മനസ്സിലാക്കുന്നത് നിറോ അങ്ങനെ വ്യക്തിത്വം അങ്ങനെ കാര്യങ്ങളല്ല, പ്രകടനം അനുസരിച്ചിട്ടാണ് ഓരോ കലാകാരനും തിരഞ്ഞെടുക്കേണ്ടത്. അത് ടീച്ചർ പറഞ്ഞ ഭയങ്കര മോശമാണ്, മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. RLVനെ എല്ലാവരും അങ്ങനെ അഭിപ്രായം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രതിഷേധ സമരങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരുന്നു പ്രതിഷേധിക്കണം, നമ്മൾ കലാകാരന്മാരെ ഇങ്ങനെ അടിച്ചമർത്താൻ പാടില്ല ഒരു കാര്യത്തിലും. നിറത്തിലാണേലും പ്രകടനം ആണ് ഏറ്റവും വലുത്, അതിനപ്പുറമൊന്നുമല്ല ഉള്ളത്. ഇത്തരത്തിൽ കലാകാരന്മാരെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ നിറത്തിന്റെ പേരിൽ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കല അഭ്യസിക്കുന്ന കുട്ടികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഈ RLV കോളേജിൽ ശക്തമായി തന്നെ ഉയരുന്നത്. മറ്റ് കലാ അഭ്യാസ മറ്റു കോളേജുകളിലെ എല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരം പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ആളുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിലും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ RLV രാമകൃഷ്ണനെ കലാപരിപാടികൾക്ക് ക്ഷണിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ അടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഒരു കലാ കേരളം ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ് ഈ വിഷയത്തിൽ.